പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാ നമ്മൾ ഈ ഏരിയയിലാണ്. ബാക്കി ഫുള്ള് റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് കേട്ടോ. ആ താഴേക്ക് പോകുന്ന ഏരിയ ഉണ്ടോ, ഈ വഴി ഇങ്ങനെ നേരെ താഴേക്ക് പോയി നമ്മൾ ബീച്ച് സൈഡിലേക്ക് എത്തും. തിരക്കിനൊന്നും ഒരു കുറവില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ പണ്ടത്തെ ആ ഫോണൊന്ന് കറക്കി വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ കറക്കുകയില്ല, ഇങ്ങനെ ഞെക്കിട്ട് ഇങ്ങനെ കറക്കുകയില്ല. ഒരു സാധനമാണ് കേട്ടത്. പിന്നെ നിങ്ങൾ കുറേ നേരമായിട്ട് കാണുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐസ്ക്രീംസ് ഒക്കെ കഴിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ കാണും. ഏത് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ചെയറൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ, അതിന്റെ രീതികൾ കണ്ടോ, ഗ്ലാസ് ഇരിക്കുന്നത് കണ്ടോ. പിന്നല്ല ഒരു വാഴ 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 ചെടിച്ചട്ടിക്കകത്തൊക്കെ വെച്ചിട്ട് ഇതല്ല, ചെടിച്ചട്ടിക്കകത്തൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക വാഴ. നമ്മുടെ നാട്ടിലൊക്കെ തോട്ടിന്റെ വരമ്പി വരെ ഉണ്ട് വാഴ. ഞാൻ ഓൺ റെക്കോർഡിൽ, അതായത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പറയണമെന്ന് കുറച്ച് പേര് കമന്റിൽ പറഞ്ഞായിരുന്നു കേട്ടോ. ഇങ്ങനെ പറയാത്ത വേറൊന്നും കൊണ്ടല്ല. സംബന്ധം വെച്ചാൽ ഞാനിപ്പം എല്ലായ്പ്പോഴും വെളിയിൽ പോകുമ്പോഴേ സ്റ്റോറി മോഡിലായിരിക്കും ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കുന്ന ഓരോ ദിവസത്തെയും കാര്യങ്ങൾ. അപ്പോഴത്തേക്കും ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ അത് നമ്മൾ ഓൺ വോയിസ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മളത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് ഞാനിപ്പോൾ ഈ എഡിറ്റിംഗ് കാര്യം പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലല്ലോടെ. അപ്പം നിങ്ങൾ മനസ്സ് വെക്കണം. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് മനസ്സ് വെച്ചാൽ ഇനിയും കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ ഇന്നത്തെ കുറച്ച് സംഭവങ്ങളും ഇന്ന് കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഓൺ റെക്കോർഡിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്ട്രൈറ്റ് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ എന്താ കാണുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ അങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഞാൻ വന്നപ്പോഴത്തേനും ഇവിടെ ഒരു മൂവി ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മളിവിടെ മെക്ഡൊണാൾഡ്സ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന വ്ളോഗുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും ഈ ഡെക്കറേഷൻ ഉണ്ടല്ലോ, എൻ്റെ ഈ മേളിൽ കാണുന്ന ഈ ഡെക്കറേഷൻ ഉണ്ടല്ലോ, അത് അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഇന്നും അത് കളഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം കേട്ടോ. തിരക്കിനൊന്നും ഒരു കുറവില്ല കേട്ടോ. എപ്പോൾ ഏത് സമയത്ത് ഇവിടെ വന്നെന്ന് പറഞ്ഞാലും, നമ്മൾ വല്ലറ്റിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാലും ഈ രീതിക്കുള്ള ഇപ്പൊ ഏതാണ് തിരക്കാണോ നമ്മൾ കാണുന്നത്, ആ രീതിക്കുള്ള തിരക്ക് എല്ലാ ദിവസവും നമുക്ക് കാണാം കേട്ടോ. ഞാനിപ്പോഴേ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നിട്ട് എന്റെ ഫ്രണ്ടിൽ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് പെണ്ണ് കേട്ടാ. പുള്ളിക്കാരി വന്നിട്ട് ഇതുപോലത്തെ സാധനം ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കളയായിരുന്നേ. അതൊക്കെ എന്നെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേനും പുള്ളിക്കാരി തൊട്ട് കൂട്ടുകാരിമാരോടൊക്കെ പറയും, ഇതെന്തോടെ ഇത് ഈ ക്യാമറയിലായിരുന്നൊക്കെ. അപ്പോഴത്തേക്കും നമ്മളിതാ മുന്നിലേക്ക് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഈ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഈ പള്ളിപ്പെരുന്നാളുണ്ടല്ലോ, നമ്മുടെ ഇവിടുത്തെ ഈ പള്ളിപ്പെരുന്നാൾ, മാൾട്ടയിലെ പള്ളിപ്പെരുന്നാളിന് ഫേസ്റ്റ് എന്നാണ് പറയുക. അപ്പൊ ഈ അങ്ങനത്തെ ഒരു ഫേസ്റ്റ് നടക്കുന്ന സമയത്ത് ഇവിടുത്തെ റെക്കോർഡ് ചെയ്യുന്ന ഇവിടെ നടക്കുന്ന ഡെക്കറേഷൻസ് ആണ് നമ്മൾ ഈ മേളിൽ കാണുന്നല്ല. അടുത്ത് കാണുന്ന ഈ സംഭവങ്ങളൊക്കെ കണ്ടാ, അതൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ എന്റെ വീഡിയോ കണ്ടവർക്കറിയാം. നമ്മളിങ്ങനെ ഇങ്ങനെ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ എറിയും ഇങ്ങനത്തെ ഈ കളർ പേപ്പറൊക്കെ എടുത്ത്. അപ്പോഴത്തേക്ക് ആ കളർ പേപ്പറൊക്കെ ആണ് കേട്ടോ അവിടെ കിടക്കുന്നത്. പക്ഷെ ഇത് ക്ലീൻ ചെയ്യും കേട്ടോ. കുറച്ച് കഴിയുമ്പത്തിന് ഇവർ മുഴുവൻ ക്ലിയർ ആക്കും. യൂറോപ്പിൽ നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലുള്ള എൻ്റെ മുമ്പേ ഒരു സുവനീർ ഷോപ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇതുപോലത്തെ ഉള്ള സുവനീർ ഷോപ്സ് നമുക്ക് ഇവിടെ എവിടെ ചെന്നാലും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെമ്മറി ആയിട്ട് ഇപ്പൊ ഇവിടെ വന്നതിൻ്റെ ഒരു മെമ്മറി എന്നുള്ള രൂപത്തിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കിട്ടും. ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മൾ ഇറ്റലിക്ക് പോയ സമയത്ത് ഇറ്റലിയിൽ ഇതുപോലത്തെ കുറേ സാധനം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആയിട്ട് ഇറ്റാലിയനിലെ പേരുകളും ബാക്കിയുള്ള കൊളോസിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് കാണുന്നത്. മാൾട്ട എന്ന് പറയുമ്പോഴത്തേന് ഇത് ഇവിടുത്തെ ബ്ലൂ ബ്രോട്ടിയും ബാക്കിയുള്ള കാര്യങ്ങളും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ ആയിരിക്കും ഇവിടെ കാണുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മളിപ്പോൾ യൂറോപ്പിൽ എവിടെ പോയാലും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടോ തിരക്ക് കണ്ടോ, അങ്ങ് അകലേന്ന് തൊട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്ന് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്നാ സംഭവം എന്നറിയോ, ഇത് പണ്ടത്തെ കാർഡ് ഫോണാണ്. അപ്പൊ അത് പണ്ട് ഇതിനകത്ത് മറ്റേ ഇതുണ്ടല്ലോ, നമ്മൾ ഞെക്കി വിളിക്കുന്ന, നമ്മൾ ഈ പണ്ടത്തെ ആ ഫോണൊന്ന് കറക്കി വിളിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേനും കറക്കുകയില്ല, ഇങ്ങനെ ഞെക്കിട്ട് ഇങ്ങനെ കറക്കുകയില്ല. അപ്പോൾ ആ സാധനത്തിന്റെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഇതുപോലത്തെ ഒരു സാധനമാണ് കേട്ടത്. അപ്പൊ ഇതുപോലത്തെ ഇങ്ങനെ റെഡ് ബോക്സ് ആയിരിക്കും ഇത് വരുന്നത്. ഇവിടെ ഒരു ഡോറൊക്കെയാണ്. നമുക്ക് ഈ ഡോറൊക്കെ ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് ഇതിനകത്ത് കയറി ഇതെന്ത് കൂട്ടിയിട്ടിരിക്കാൻ തോന്നി. ഇതിപ്പോൾ തുറക്കാൻ പറ്റത്തില്ല, ഞാൻ വരുന്നുണ്ടെന്ന് വരെ അറിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ അതാണ് സാധനം. അപ്പൊ ഇതിൻ്റെ അകത്തൊരു ചെയറൊക്കെ കിടക്കുന്നത് ആർക്കിരിക്കാനാണ് കേട്ടോ. ഇത് ഡോറ് അടച്ചിട്ടിരിക്കുക, ഇത് പിന്നെ ആർക്കിരിക്കാനാണ്, ആർക്കെങ്കിലും ഒക്കെ ആട്ടെ. അപ്പൊ ഇതാണ് കേട്ടോ സാധനം. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. ചിലയിടത്തൊക്കെ ചെല്ലുവാണെങ്കിൽ ഇതിനകത്തൊക്കെ ലൈബ്രറി ഒക്കെ ആയിരിക്കും. ഇതിനകത്ത് കുറെ ഷെൽഫൊക്കെ വെച്ചിട്ട് ബുക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ലൈബ്രറി മോഡൊക്കെ ആയിരിക്കും. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. പക്ഷെ അത് ലൈബ്രറിയാണ് കേട്ടോ. അപ്പൊ ഇതാ ഇവിടെ നോക്കുമ്പോഴത്തേനും ഈ ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിലായിട്ട് നമുക്ക് ഇങ്ങനത്തെ കുറെ ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഈ വഴിയില്ലേ, ഈ പോയിട്ട് ആ ഒരു ലെഫ്റ്റിലേക്ക് ഇറങ്ങുന്ന ആ വഴിയില്ല, അവിടെയാണ് നമ്മൾ പടം കാണാൻ വേണ്ടി സ്ഥിരം പോകുന്ന ആ ഒരു തിയേറ്റർ ഉള്ളത്. ഞാൻ സ്പൈഡർമാൻ കാണാൻ വേണ്ടിയിട്ടൊന്ന് നോക്കിയായിരുന്നു. പക്ഷെ ഫുള്ള് അത് ഇവിടെ നമുക്കൊരു 2-3 നമുക്ക് തിയേറ്റർ കാണാൻ വേണ്ടി പറ്റും. ഐ മീൻ ഒരു 3 തിയേറ്ററുകൾ ഇവിടെ ഉണ്ട് മൊത്തം മാൾട്ടയിൽ. പക്ഷെ അത് മൊത്തം 3 തിയേറ്റർ മൊത്തം ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ തിയേറ്റർ പോലും നമുക്ക് ഇന്നത്തെ ഈ സ്പൈഡർമാൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. പക്ഷേ ഏതായാലും നമ്മൾ അടുത്ത ദിവസം പോയിട്ട് നമ്മൾ ഈ ഇതേ സ്പൈഡർമാൻ നമ്മൾ കാണുന്നതായിരിക്കും, നമ്മൾ വിട്ടു കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ അതാണ് സാധനം. അപ്പോൾ നമുക്ക് ഈ ഇതിലേക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരും, നമ്മൾ അതിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം, നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടോ. അതിലിങ്ങനെ ഓരോ കുത്തും കോമയും വരകളും ഒക്കെ ഉണ്ട്. ഇതുണ്ടോ പലതരത്തിലുള്ള ഡിസൈൻസ് ആണ്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കും
ഇതിന്റെയൊക്കെ നടത്താനുള്ള ഈ ഒരു പൈസ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പലതരത്തിലുള്ള ഇതുപോലത്തെ ഫിയസ്റ്റയും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഇതൊക്കെ നടത്താനുള്ള പൈസ ആര് തരും? ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ ഒരാളോട്, നമുക്കറിയാവുന്ന നമ്മുടെ ഇവിടുത്തെ ഒരു പരിചയക്കാരനോട് ഞാൻ ചോദിച്ചു ഇതെന്താണ് സാധനം. അപ്പൊ അവർ പറഞ്ഞെന്നറിയോ, ഇതിന്റെ ഫണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റ് തന്നെ കൊടുക്കുന്ന ഫണ്ടാണ്. ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ ആവശ്യം വരുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ പള്ളിപ്പെരുന്നാളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ആളുകളിൽ നിന്ന് പിരിച്ചെടുക്കുമല്ലേ സാധാരണ പതിവ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ചെയ്യേണ്ടതിന്റെ ആവശ്യം വരുന്നില്ല. ഗവൺമെന്റ് തന്നെ ഇവിടുത്തെ ആ ഒരു ട്രഡീഷണൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ പൈസ കൊടുത്തിട്ട് ഗവൺമെന്റ് തന്നെ അത് നിലനിർത്തും കേട്ടോ. അപ്പൊ അതാണ് സാധനം. ഓക്കെ, നമുക്കൊരു ഒഴിഞ്ഞിട്ട കസേര കാണാം കേട്ടോ. ഈ ഒഴിഞ്ഞിട്ട കസേര പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ എന്തോ തത്വം പറയാൻ വേണ്ടി പോകുന്നു, ഒന്നുമല്ല കേട്ടോ. വെറുതെ ഇന്ന് 2 മിനിറ്റ് ഇരിക്കണമല്ലോ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ. ഏത് നമുക്ക് 2 മിനിറ്റ് ഇവിടുത്തെ ഇങ്ങനത്തെ ഒഴിച്ചിട്ട കസേരകളുണ്ടല്ലോ, ഇവിടുത്തെ ഒഴിച്ചിട്ട കസേരകൾ നമുക്ക് 2 മിനിറ്റ് ഇരിക്കും. ഇപ്പം ഞാനൊരു സുഹൃത്തിനെ കണ്ടിട്ടാ, ഇവിടെ എൻ്റെ കോളേജ് എൻ്റെ കൂടെ പഠിച്ചാണ്. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇന്ന് എന്താണ് ഇവിടെ പരിപാടി, ഇന്ന് എവിടെയൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. പുള്ളി പറഞ്ഞു, എടേ നീ നേരെ ഇറങ്ങടേ, എന്നിട്ട് നീ നേരെ പോടേ, എന്നിട്ട് നീ റൈറ്റ് എടുക്കടേ എന്ന് പറഞ്ഞു. അതായത് ഈ വഴി ഉണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ, ഈ വഴി ഉണ്ടല്ലോ, ഈ വഴി ഇങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് എടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് അതുവഴി പോയി റൈറ്റ് എടുത്ത് നമുക്ക് അവിടെ അങ്ങോട്ട് പോകാൻ കേട്ടോ. അവിടെ കുറച്ച് ഡെക്കറേഷൻസോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പോയി കാണാവേ. ഇരുന്ന് കളയാൻ ഒട്ടും സമയമില്ല, നമുക്ക് പോയിട്ട് എന്തൊക്കെ പരിപാടികളുള്ള കേട്ടോ. അപ്പൊ ഈ വഴിയാണ് കേട്ടോ ഞാനിങ്ങനെ നടന്നത്. ആൾക്കാരൊക്കെ ഇങ്ങനെ എല്ലാം വൃത്തിയാക്കി വെക്കുന്നുണ്ട്. കാര്യം ഇവിടെ ഇതുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ വരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാം ക്ലീൻ ഒക്കെ ആക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെക്കുകയാണ്. ഇത് ഫുഡ് നമുക്ക് ഏത് ഫുഡ് വേണം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് ഈ ഐറ്റം ഉണ്ടോ, ഈ ഇരിക്കുന്നത്, അതാണ് നമ്മുടെ ടൂണ എക്സ്പീറ എന്ന് പറയും. അത് ബ്രെഡില്ല, എന്നിട്ട് ആ ബ്രെഡിനകത്ത് ടൂണ എന്ന് വെച്ചാൽ മീനല്ലേ, ടൂണ മീനല്ലേ, ടൂണ മീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇവിടെ വെക്കും. എന്നിട്ട് അവരെടുത്തിട്ട് നമുക്ക് തരും. അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ പരിപാടി. ഓക്കെ, ഇത് നമ്മുടെ ഫുഡിനെ തിന്നിട്ടുണ്ട്. നമ്മുടെ ഈ വഴിയിലൂടെ നേരെ മുന്നിലേക്ക് നടക്കാം. ഈ ഡെസ്കിന്റെ ഒക്കെ പൊക്കുന്നുണ്ട്, എന്താ ലെവലുണ്ട് ഈ ഡെസ്കിന്റെ ഒക്കെ പൊക്കുന്നു. കാര്യം പൊങ്ങിയിരുന്നുണ്ട്, സ്റ്റേജിലേക്ക് നോക്കി പൊങ്ങിയിരുന്ന് ഒന്ന് ഫുഡ് കഴിക്കണം എന്നുള്ള ആളുകളൊക്കെ അങ്ങനെ എപ്പോഴും മോഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഫുഡ് കഴിക്കണ്ടേ. ഇതുണ്ടാ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതെന്തൊരു കള്ളിന്റെ കുട്ടി പോലെ ഉണ്ട്, റോസ്റ്റായിട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഫോർക്ക് ബാക്കി കാര്യങ്ങൾ എല്ലാം രസമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുക. അപ്പം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതികളിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തണം, എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് പറയട്ടോ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഇനി വരുന്ന വീഡിയോസ് ഉണ്ടല്ലോ, നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ അതിന്റെ മാറ്റമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നല്ല അക്കിടുക്കാച്ചി വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മളിത് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാ. നമ്മൾ ഈ ഏരിയയിലാണ്, ബാക്കി ഫുള്ള് റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് കേട്ടോ. ആ താഴേക്ക് പോകുന്ന ഏരിയ ഉണ്ടോ, ഈ വഴി ഇങ്ങനെ നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ബീച്ച് സൈഡിലേക്ക് എത്തും. നമുക്കിനി ഒരു ദിവസം ബീച്ചിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് ഈ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. കണ്ടോ മുഴുവൻ തിരക്ക്. പക്ഷേ ഞാൻ ഈ സമയത്തുണ്ടല്ലോ ഈ തിരക്കല്ല ഇവിടെ വേണ്ടത്. സാധാരണ ഇതിനേക്കാളും വലിയ തിരക്ക് ഇവിടെ വരുന്നതാണ്. പക്ഷെ ഇപ്പം ഞാൻ വന്ന ഈ സമയത്തിൻ്റെ ആണെന്ന് അറിയില്ല. പക്ഷെ ഒരുപാട് തിരക്കൊന്നും കാണാൻ ഇല്ല കേട്ടോ. എന്നാലും ഉണ്ട് ഡെസ്ക് കിടക്കുന്നത്. ഇതെന്ത് മറ്റേ പണ്ട് മദ്യം വെള്ളം വീഞ്ഞാക്കിയ വീപ്പയാന്ന് തോന്നുന്നു. ആ സാരം വലിയ സാരം അതോടെ എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. ഉജ്ജതി വരുത്തും ഫാനൊക്കെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ കാണിച്ചില്ല എന്തോരം കാറ്റുണ്ടോ. ഈ കൊടി ആടുന്നുണ്ടോ, ഈ കൊടിയുടെ കുറേ പ്രത്യേകിച്ച് ഫാനൊന്നും കേട്ടോ. അപ്പൊ ഇത്രയും കാറ്റുണ്ട് ഇവിടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല സമാധാനത്തോടെ നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. സേഫ്ലി സ്റ്റോർ യുവർ ലഗേജ് ഹിയർ. ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. എവിടെ ഏതാണ് ഹിയർ? 2 ഡോറുണ്ടല്ലോ. എന്തൊക്കെയാണ് ഈ ഒരു കയറ്റം ഉണ്ടല്ലോ, ആ കയറ്റം ഇങ്ങനെ കയറി നമ്മൾ മേളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ മുമ്പ് നിന്ന് ഏരിയയില്ലേ, ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ തിരിച്ചു പോവാം. തിരിച്ചങ്ങോട്ട് പോവാം. തിരിച്ച് വന്ന വഴി തന്നെ പോവാം. അല്ല പിന്നെ അത് ഈ വഴി തിരിച്ചു പോകണം, ഇതുവഴി പോകണം. അത് കൺഫ്യൂഷൻ ആയിരുന്നു. നമുക്ക് താഴെ ഈ വഴി തന്നെ തിരിച്ചു പോകാം. അതായത് ഈ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ ഒരു ഫ്ലൈറ്റ് അങ്ങനെ അങ്ങ് പോയി നോക്കാം എന്താണ് സംഭവം എന്ന് അറിയുന്നത്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ എന്തൊക്കെയാണ് ഇതിൻ്റെ സംഭവം. ഓക്കെ, ഇതുണ്ടോ നിങ്ങൾ? നല്ല അടിപൊളി അല്ലേ. ഇവിടെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ടേബിളിൻ്റെ അറേഞ്ച്മെന്റ് എന്ത് ഭംഗിയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ വഴി മുന്നിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ട് സുവനീർ ഷോപ്സ് ഒക്കെയാണ്. ഇവിടുന്ന് ഈ കടകളിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനത്തെ കുറെ കടകളൊക്കെയാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്കിത് മുന്നിലേക്ക് പതിയെ നമുക്ക് പോകാം. ഇത് പാട്ടാണുണ്ട്. ഈ വഴി സ്ട്രീറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ വന്നത് ഇവിടെ ഇങ്ങനെ സംഭവം കേട്ടോ. ഞാൻ കാണിച്ചില്ല. ഇതുണ്ടോ, ഇത് നമ്മൾ നടന്നു വന്ന ആ ഒരു വഴിയാണ്. ഇത് നമുക്ക് സ്ട്രേറ്റ് പോവാം.
ഈ വഴിയാണ് ഞാൻ പറഞ്ഞത് മറ്റേ വല്ലറ്റയിലെ സെന്ററിലേക്ക് പോകുന്നത്. പക്ഷെ ഈ വഴി നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കിത് കടലിലേക്ക് പോകാം. കടല് കടയാണ്. നിങ്ങൾ എല്ലാവരും കൂടെ കടലിലേക്ക് ഇറക്കുകയാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? കടൽ വളർന്ന് ഉപ്പൊക്കെ ഉണ്ടോ? അത് കുറെ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ബീച്ചിന്റെ സൈഡിലിരിക്കുന്ന ആളുകൾ എല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ അല്ല, നിങ്ങൾ കുറെ നേരമായിട്ട് കാണുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐസ്ക്രീംസ് ഒക്കെ കഴിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ കാണും. ഏത് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഇത് മസ്കാർട്ടാണോ? പിന്നെ വാനിലയുണ്ട്, അങ്ങനത്തെ കുറെ മലാഗ, മലാഗ, ഇതൊക്കെ ഏത് ഫ്ലേവറാണോ എന്തൊരു ആവും, ഏത് വേണമെങ്കിലും എടുത്ത് കഴിച്ചോട്ടെ. നമുക്കൊന്നും പ്രശ്നം കേസല്ല. അപ്പൊ ഇനി നിങ്ങൾക്ക് ജ്യൂസ് വേണമെങ്കിൽ സ്ട്രോബെറി ജ്യൂസ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ എന്ത് ബ്ലൂ റോസ്ബെറിയോ എന്തോ റോസ്ബെറി മൊബൈലില്ലായിരുന്നു പണ്ട്. ബ്ലാക്ക്ബെറി ആയിരുന്നു. ബ്ലാക്ക്ബെറി ആയിരുന്നു തോന്നുന്നു. ഇത് ലെമൺ ലൈം, അതിന്റെ ജ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം കേട്ടോ. കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്കതിലൊന്നും ഒരു പ്രശ്നമില്ലാത്ത കേസാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക കഴിക്കണം. ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. അതാണ് നമുക്ക് ഫൺ മേടിയെന്ന് സാധാരണ. ഓക്കെ, അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇവിടെ കുറച്ച് ഷെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിത് നടന്നു പോവാണ്. ഈ തൊട്ടി ഫ്ലോറൊക്കെ നിങ്ങൾ കണ്ടോ? ഫ്ലോറൊക്കെ കണ്ടോ? അടിപൊളിയാണ് ഇങ്ങനെ ഫ്ലോറൊക്കെ കണ്ടോ? ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, അങ്ങനെ ഇവിടെ കിടക്കാൻ നമുക്ക് തോന്നും. അമ്മാരി ഫ്ലോറ്. പിന്നെ ഇവിടെ നമുക്ക് കുറെ ചെയർസിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാൻ പറ്റും. കണ്ടോ? ചെയറൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ? അതിന്റെ രീതികൾ കണ്ടോ? ഗ്ലാസ് ഇരിക്കുന്നത് കണ്ടോ? പിന്നല്ല, അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഫുട്ബോളാ. 10% ലാംസ് വിത്ത് വലിയ ഗ്ലാസ് ഫോൺ. വളരെ നിർമ്മിച്ച ഗ്ലാസ്സാണ്. കൊള്ളാം കേട്ടോ, സാധനങ്ങൾ കൊള്ളാം. നല്ല ഗ്ലോബിന്റെ രീതികൾ അടിപൊളി. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ചിന്തിക്കുന്നത്. ഫോണൊന്ന് വെക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കാം. ഞാൻ വെക്കാൻ പറ്റുമോ ഇവിടെ? അയ്യോ, ഇവിടെ വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ഞാൻ എടുത്തിട്ട് തന്നെ സംസാരിക്കാം. അല്ല പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം. അതായത് ഞാനിങ്ങനെ നടക്കുന്ന നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ, അതേ സമയത്ത് എനിക്കിപ്പോൾ ഇതേ വീഡിയോ ഒരാൾ എടുത്തു തരാൻ വേണ്ടി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് എനിക്ക് തന്നെ ഇത് ഷൂട്ട് ചെയ്ത് തരാൻ വേണ്ടി ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു കാര്യങ്ങൾ. അതായത് ഞാനിങ്ങനെ മുമ്പിൽ നിന്ന് സംസാരിച്ചാൽ മതി. ബട്ട് ഇതിന്റെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ പാടാണ്. ഇൻ കേസ് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്. അതായത് ഇപ്പൊ ഇത് എനിക്ക് ഇൻട്രസ്റ്റ് ആണെന്നിരിക്കട്ടെ, ഇതിന്റെ സെയിം ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇതിന്റെ പരിപാടിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഭയങ്കര പാട് പിടിച്ചൊരു പരിപാടിയാണ് കേട്ടത്. ചേഴ്സ് കിടക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ സ്ഥലത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 30 മിനിറ്റ് ഒക്കെ കാണും, 30-40 മിനിറ്റ് ഒക്കെ കാണും. അപ്പൊ അതിനകത്ത് ഞാൻ വീട്ടിൽ വന്നിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് പ്രോപ്പർ എഡിറ്റ് ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞത് ഒരു 10 മിനിറ്റത്തെ വീഡിയോ ആയിട്ട് നമുക്ക് ചുരുക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു പ്രോസസ്സ് കൂടെ വരിക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് മീ. മാൾട്ടയിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ കോണ്ടാക്ട് മീ. കുറെ ഇതുണ്ടോ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പൂക്കളാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ആണ് ഇത്, ഒറിജിനൽ കേട്ടോ. ഇതിന്റെ ചുവട്ട് മണ്ണൊക്കെ ഉണ്ട്, അതൊക്കെ ആർട്ടിഫിഷ്യൽ പൂക്കളാണ് കേട്ടോ. പിന്നെ ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ എന്താ മോനെ, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കണ്ടോ, ഇതിനകത്തൊക്കെ വന്നിരുന്നത് നമുക്ക് ഒന്ന് ചായ കുടിക്കാനായിട്ട്, ഒരു 4 മണി കാപ്പി കുടിക്കാനായിട്ട് കൊതിയില്ലാത്ത മനുഷ്യരുണ്ട് മോനെ. അപ്പൊ ഇതാ നമ്മളിതാ ഇവിടെ വന്ന് നിൽക്കുകയാണ്. പള്ളി, ഇത് ഈ പള്ളിയുടെ ഉള്ളിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോവാം. ബട്ട് യു നീഡ് ടു ടേക്ക് ദ ടിക്കറ്റ്സ്, റൈറ്റ്? ബട്ട് അതാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരു ദിവസം കയറും. ഞാൻ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിനകത്ത് ഇങ്ങനെ കയറിയിരുന്നത് ഈ ഒരു പള്ളി കാണാൻ വേണ്ടിയിട്ട്. അവൻ എന്നോട് പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ ഒന്നും കാണാനൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിത് ഇവിടെ ഒരുപാട് പള്ളികൾ നമ്മൾ കയറിയിട്ടുണ്ട്. അങ്ങനെ കയറിയ പള്ളികളിലൊക്കെ നമ്മൾ വ്ലോഗ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്ത കണ്ടു നോക്കാം. ഇൻ കേസ് ഈ പള്ളിക്ക് അത് കയറണമെങ്കിൽ ഗോ ഇൻസൈഡ് പള്ളി എന്ന് കമന്റ് ചെയ്യാം. പള്ളിക്കകത്ത് പടാ, പോയി പള്ളി പറടാ എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ പോയി പള്ളി പറയാം കേട്ടോ. ഇവിടെ ഇങ്ങനെയുള്ള കുറെ റെസ്റ്റോറന്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളിത് ഈ വഴിയാണ് കേട്ടോ വന്നത്. ഈ വഴി കണ്ടോ, ഈ വഴിയാണ് നമ്മൾ വന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ കുറെ റെസ്റ്റോറന്റ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. നിങ്ങൾക്ക് ചായ കുടിക്കാം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഇത് ഈ ഏരിയയിൽ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഈ വഴി ഇങ്ങനെ സ്ട്രൈറ്റ് ഇങ്ങനെ പോയിട്ട് അവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ വല്ലറ്റിലെ സെന്ററിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതൊക്കെ സ്റ്റിൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഒരാൾ പോലും നിർത്തിയിട്ടില്ല. ഐ മീൻ ഇപ്പൊ ഈ കുറച്ചു മുമ്പ് നമ്മൾ കണ്ട ആളില്ലേ, ആ ആളിനെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മളിപ്പം കാണുന്ന ആളെ ആയിരിക്കില്ല നമ്മളിങ്ങനെ ഒരു സർക്കിളിലൂടെ കഴിഞ്ഞ് കാണുന്നത്. അപ്പൊ അത്രയും ജനത്തിരക്കുള്ള ഒരു ഏരിയ ആണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. മേളത്തെ ഡെക്കറേഷൻസ് ഒക്കെ അതുകൊണ്ട് ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ നെഞ്ചത്ത് വരെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇതൊക്കെ ആരുടെ എടുത്ത് പോയി കിട്ടുന്നതാണ്. പിന്നെ ഗവൺമെന്റിൽ നിന്നുള്ള ഫണ്ടല്ലേ, ആരെങ്കിലും പോയി കിട്ടുമായിരിക്കും. അപ്പൊ നമ്മളിതാ
അപ്പൊ ആദ്യം നമ്മൾ നടന്നു തുടങ്ങിയ ഭാഗമില്ലേ, ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഒരു വേറൊരു സംഭവ സ്ഥലത്തേക്കാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്റ്റെപ്പ് കണ്ട, ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെയും ഇവിടുത്തെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതേ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഭാഗങ്ങളുടെയൊക്കെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അയ്യോ, 2 സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ മടുക്കുന്നേ. അയ്യോ, വാഴ 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 ചെടിച്ചട്ടിക്കകത്തൊക്കെ വെച്ചിട്ട്, ഇതല്ല ചെടിച്ചട്ടിക്കകത്തൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക വാഴ. നമ്മുടെ നാട്ടിലൊക്കെ തോട്ടിന്റെ വരമ്പി വരെ ഉണ്ട് വാഴ. വാഴ സിനിമകളിൽ വരെ വാഴ, മനസ്സിലായോ? വാഴ സൂപ്പർ ഹിറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ ഇവിടെ നിന്നുള്ള റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ ഇങ്ങനെ ഒരു ഇവിടെ ചെറിയൊരു മോണുമെന്റ് ഒക്കെ ഉണ്ട്. പണ്ടത്തെ വലിയൊരു പള്ളിയായിരുന്നു, പക്ഷെ യുദ്ധത്തിന്റെ സമയമൊക്കെ ആയപ്പോഴത്തേനും മൊത്തം നശിച്ചു പോയ ഒരു പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ അതിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഇതായി നിൽക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഇറങ്ങി മുന്നിലേക്ക് ഇങ്ങനെ പോകാം. ഞാൻ വേണമെങ്കിൽ ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ ഒന്നുകൂടെ കാണിക്കാവേ. അതുകൊണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അതുകൊണ്ട് ഇവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വല്ലറ്റയുടെയും നമ്മൾ ആ നടന്നു പോയ ഭാഗങ്ങളുടെയും ഒക്കെ ഉള്ളൊരു കറക്റ്റായിട്ട് റിവ്യൂ നമുക്ക് കിട്ടും. പക്ഷേ ഇത് നമുക്ക് വ്യൂ മാർക്ക് ചെയ്യണം കേട്ടോ. കാര്യം ഇതിവിടെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം വന്നപ്പോൾ നമ്മൾ റൈസ് എടുക്കേണ്ട ആ റെസ്റ്റോറൻറ്റ് ഇല്ലേ, ആ ഒരു സാധനമാണിത്, ആ സംഭവ സ്ഥലമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് വാഴയോട് ബൈ പറഞ്ഞു. ബൈ മന്നെ. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ശരിയല്ല ശരി എന്താ മുന്നേ നമുക്ക് ഇത് ഇറങ്ങി പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ചാടിച്ചാടി നമുക്ക് ഇറങ്ങാം. ഇനിയിപ്പോൾ നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതുവഴി ഇങ്ങനെ സ്ട്രൈറ്റ് പിടിച്ച് ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തുപോയാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.